ശ്രീലങ്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ തുടരുന്നു. നാഷണൽ പീപ്പിൾസ് പവർ സഖ്യത്തിന്റെ അനുരാഗ് കുമാര ദിസനായകയ്ക്ക് മേൽക്കൈ. പാർലമെന്റിൽ 3 അംഗങ്ങൾ മാത്രമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമന നേതാവാണ് അനുരാഗ്. വിവരങ്ങളുമായി ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ശ്രീലങ്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ വാർത്താ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. അതിൽ അനുരാഗ് കുമാര ദിസനായയ്ക്ക് 3 സീറ്റ് മാത്രമാണ് ഉള്ളത്. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മേൽക്കൈയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രിയ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ശ്രീലങ്ക അഭിമുഖീകരിച്ച ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നാണ് അവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ശ്രീലങ്കയിൽ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും മത്സരിക്കുന്നത് യുണൈറ്റഡ് നാഷണൽ പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ടുള്ള റെനിൽ വിക്രമസിംഗെ, അതുപോലെ തന്നെ മുൻ പ്രസിഡൻ്റായിരുന്ന മഹിന്ദ രാജപക്സെ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഇടത് പാർട്ടിയുടെ അനുരാഗ് കുമാര ദിസനായകെ, അതുപോലെ തന്നെ മഹിന്ദയുടെ മകൻ നമൽ രാജപക്സെ എന്നീ 4 പേർ തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രതിസന്ധിയായിട്ടുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിന് കൂടുതൽ പ്രാധാന്യമുണ്ടെന്നും അതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അനുരാഗ് കുമാരെ കൂടുതൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ജനകീയനായിട്ടുള്ള ഒരു നേതാവാണെന്നും ഉള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെയാണ് കൂടുതൽ മുൻകൈയും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ അങ്ങോട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നവർ ശ്രീലങ്കയുടെ സാമ്പത്തിക വ്യവസ്ഥ, അതുപോലെ തന്നെ സുസ്ഥിരമായ വളർച്ചയുടെ പാതകൾ ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിപണികൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴുള്ള കാര്യങ്ങൾ, അത്തരം ദാരിദ്ര്യത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, അത്തരം ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന പ്രസിഡന്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് പ്രിയ. ശരി, എന്തായാലും ശ്രീലങ്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ദിസനായകയ്ക്ക് മുൻതൂക്കം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന ദിസനായക വലിയ രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് ശരണ്യ നൽകിയത്.